ഡ്രീം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴയ ജീൻസ് വെച്ചിട്ടേ നമ്മൾ ലേഡീസിനും അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ചെയ്ത് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ മക്കളുടെയൊക്കെ പഴയ ജീൻസ് ഉണ്ടല്ലോ, കീറിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ജീൻസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയാലോ. നമ്മളെടുത്തിട്ടുള്ള ജീൻസിനെ ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് ചീത്തവശാക്കി വെക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത്. പഴയ ജീൻസൊക്കെ വെച്ചിട്ടേ എത്ര തയ്ക്കാൻ അറിയാത്തവരാണെങ്കിലും ഇതുപോലെയുള്ള ഐറ്റങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ജീൻസ് ഇതുപോലെ ചീത്തവശാക്കി വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജീൻസിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുമ്പോഴേ കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ആ ഒരു ഭാഗത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു വശം ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് താഴ്ഭാഗം കട്ട് ചെയ്താൽ മതി കേട്ടോ. ജീൻസിൻ്റെ ഒരു വശം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ താഴ്വശം നമുക്ക് വെട്ടിക്കളയാം. ആ ഒരു താഴ്ഭാഗം നമുക്ക് വേണ്ട കേട്ടോ. ഒന്ന് കറക്റ്റ് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് താഴ്വശം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഇതിനൊന്ന് ഓപ്പൺ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് നീർത്തിയെടുക്കാം. നമ്മുടെ കയ്യിൽ ചെറിയ സൈസിലുള്ള ജീൻസാണ് കേട്ടോ ഇരുന്നിരുന്നത്. അപ്പോൾ അത് കാരണമാണ് ഇത്ര ചെറിയ സൈസ് ജീൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജീൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ലെവൽ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് വശവും നമുക്കൊന്ന് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കറക്റ്റ് ലെവലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ജീൻസിൻ്റെ മേൽഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ രണ്ട് സൈഡാണ് കേട്ടോ നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് നേരിട്ട് വെട്ടാനായിട്ട് അറിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതേ ഇതേപോലെ നേരിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സൈഡും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെ ഈ ഒരു സൈഡ് വശം നമ്മൾ കറക്റ്റായിട്ട് നേരെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു തുണി കുറച്ചും കൂടി വീതി കൂട്ടിയെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പെന്നിൻ്റെ പകുതി ഭാഗം, ആ ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്കത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഈ ഒരു പെന്നിൻ്റെ താഴ്വശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു നടുഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡ് ഭാഗത്തേക്ക് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ആ ഒരു ചെറിയ പീസിൽ നിന്ന് വേണം കേട്ടോ നമുക്കിതിലേക്ക് ഒരു 3 വള്ളി തയ്ച്ചെടുക്കാനുണ്ട്, അതിനായിട്ട് മാറ്റി വെക്കാനായിട്ട്. ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നിർത്തി വെച്ചിട്ട് അല്ലെങ്കിൽ മടക്കി വെച്ചിട്ടോ ആയാലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ച് കട്ടി ഉണ്ടാവേ, ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മളിതേ നേരത്തെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിൻ്റെ രണ്ട് സൈഡ് ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാനതിൻ്റെ താഴ്വശം കുറച്ച് വീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു പീസ് തുണിയിൽ നിന്ന് നമ്മൾ വള്ളിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഏത് ഭാഗത്തു നിന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനെ നിർത്തി വെച്ചിട്ട് പതിച്ച് തയ്ച്ചെടുക്കുക. കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പഴയ തുണികളും ഇതുപോലുള്ള ജീൻസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പുതിയ ഐറ്റങ്ങൾ തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അടുക്കളയിലേക്ക് എന്നും ഉപയോഗിക്കാനായിട്ട് ആവശ്യമുള്ള ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ ഈ ജീൻസിൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലേ കുറേ നാൾ നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പഴയ ജീൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആരും കളയണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ തയ്ച്ച് വയ്ക്കുക.
രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തുണി വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ മേൽഭാഗത്ത് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വരും കേട്ടോ. ആ ഒരു ഭാഗത്താണ് നമുക്ക് കൈക്കുഴി പോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഇത് ഇതുപോലെ നേരെ ഇങ്ങനെ വന്നിട്ട് ആ ഒരു താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ആ ഒരു ഭാഗം ഇതേപോലെ നമ്മുടെ കൈക്കുഴി കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 വള്ളി തയ്ച്ചെടുക്കാനുണ്ടേ. 2 വള്ളി സൈഡിലേക്കും നമ്മുടെ മേൽഭാഗത്തേക്ക് ഒരു വലിയ വള്ളിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് എത്ര അളവിലാണോ നമ്മുടെ വണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അളവിൽ വള്ളി തയ്ച്ചെടുക്കാം. ഇതിൻ്റെ മേൽഭാഗം ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ തയ്ച്ചെടുക്കാം. അതിന് ശേഷം വേണം കേട്ടോ കൈക്കുഴിയുടെ ഭാഗമൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാനായിട്ട്. മേൽവശം നമ്മളിതേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ 2 മടക്കായിട്ട് കൈക്കുഴിയും ഇതിൻ്റെ സൈഡ് വശവും താഴ്ഭാഗവും ഒക്കെ നല്ല വൃത്തിയായിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സൈഡ് ഭാഗമൊക്കെ തയ്ക്കണേക്കാം മുപ്പാട് കൈക്കുഴിയുടെ ഭാഗം ഇതുപോലെ മടക്കിയിട്ട് നമുക്കവിടെ നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു വള്ളിയും കൂടി തയ്ച്ച് പിടിപ്പിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണേന്നും കൂടി നോക്കാം. മേൽഭാഗത്ത് നമ്മൾ ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു വശത്ത് നമ്മൾ തയ്ച്ചെടുത്ത വള്ളീനെ മുകൾ ഭാഗത്തേക്കായിട്ട് കറക്റ്റ് ഇതുപോലെ വെക്കുക. അതിന് ശേഷം നമ്മുടെ ആ കൈക്കുഴിയുടെ ഭാഗം ഉള്ളിലോട്ട് 2 മടക്കാക്കി വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മേൽഭാഗത്ത് ഈ ഒരു സൈഡിലും ഈ ഒരു വള്ളി ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുക. മേൽഭാഗത്തെ വള്ളി നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് തയ്ച്ചതിൻ്റെ ശേഷം വേണം നമുക്ക് വേറെ 2 വള്ളിയും കൂടി നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളിതേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ വള്ളി എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അത് ചീത്ത വശത്ത് വെച്ചിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും നമുക്കൊന്ന് തയ്ച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ഒരു സംഭവം കൂടി തയ്ച്ച് വെക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്നാവൂലേ. അപ്പോൾ ഇതിലൊരു ചെറിയ പോക്കറ്റും കൂടി നമുക്ക് തയ്ക്കാനുണ്ട് കേട്ടോ. ആ ഒരു പോക്കറ്റ് നമ്മളെടുത്തിട്ടുള്ള ജീൻസിൽ തുണി ഭയങ്കര കുറവായിരുന്നേ. അപ്പോൾ ഇതിന് ആകെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ചെറിയ പീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് തന്നെ നമ്മൾ ചെറിയ പോക്കറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എലാസ്റ്റിക് വരുന്ന ഭാഗം നമ്മൾ അതേപോലെ തന്നെ വെക്കുന്നുണ്ടേ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മളിതൊന്ന് മടക്കി തയ്ച്ചിട്ടുള്ളത്. ഈ ഒരു ചെറിയ പീസ് വെച്ചിട്ടായാലും നമ്മളൊരു ചെറിയ നല്ല ഭംഗിയുള്ള പോക്കറ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ തയ്ച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു സംഭവം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മളിന്ന് തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഇടുമ്പോൾ എങ്ങനെ ഇരിക്കണേന്ന് നോക്കിയാലോ. നമുക്കിത് ഇട്ട് നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. കളയാൻ വെച്ചിട്ടുള്ള ജീൻസ് കൊണ്ട് നമ്മളിത് അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ഏപ്രോൺ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ പഴയ ജീൻസൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം ഇനി വീതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയ ജീൻസ് എടുത്ത് കഴിഞ്ഞാൽ നല്ല വീതിയിലുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഭാഗമാണ് കേട്ടോ ചെറിയ ജീൻസായ കാരണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.